ദേവരാജ, ധർമ്മസ്ഥലങ്ങളും തീർത്ഥസ്ഥാനങ്ങളും സന്ദർശിച്ച് ഭഗവാൻ ശിവന്റെ നാമം സ്മരിക്കുവാൻ ഉപദേശിച്ചിരിക്കുന്നു. നാമസ്മരണം കൊണ്ട് നമുക്ക് ധൈര്യവും ശക്തിയും ലഭിക്കും. സത്യമാണ് പറഞ്ഞത് അഗ്നിദേവ. പക്ഷെ അത് നമുക്ക് ഏതെങ്കിലും സുരക്ഷിത സ്ഥലത്ത് പോയേ ചെയ്യുവാനാകൂ. പൃഥ്വിലോകമാണ് അതിന് ഉചിതവും ഉപയുക്തവുമായ സ്ഥലം. ഈ രൂപത്തിൽ പൃഥ്വിയിൽ പോകുന്നത് ഉചിതമാകുമോ? പവനദേവ, നമുക്ക് ഈ ദേവരൂപം ത്യജിച്ച് മനുഷ്യരൂപം സ്വീകരിക്കണം. അങ്ങ് പറഞ്ഞത് ശരിയാണ് ദേവരാജ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സൂര്യദേവ, അതാ അങ്ങോട്ട് നോക്കൂ, ശിവക്ഷേത്രം. ദേവരാജ, ഭഗവാൻ ശിവനെ ശരണമടഞ്ഞ് നമുക്ക് ഈ കഷ്ടങ്ങളിൽ നിന്ന് മുക്തി നേടണം. ശരിയാണത്. ത്രിശൂലധാരി ത്രിപുരാരി ശിവന് മാത്രമേ നമ്മെ സംരക്ഷിക്കുവാനാകൂ. വരൂ, നമുക്കൊത്തുചേർന്ന് അദ്ദേഹത്തെ സ്തുതിക്കണം. വരൂ. ओम शूलपाणिने नमः. ओम शूलपाणिने नमः. ओम शूलपाणिने नमः. ओम शूलपाणिने नमः. त्रिशूलधारी हे त्रिपुरारी देवादयानिधे പീഡിതരാകും ഞങ്ങളെ ഉടനെ മുക്തരാക്കു പ്രഭോ. മുക്തരാക്കു പ്രഭോ. ത്രിശൂലധാരി ഹേ ത്രിപുരാരി ദേവദയാനിധേ പീഡിതരാകും ഞങ്ങളെ ഉടനെ മുക്തരാക്കു പ്രഭോ. മുക്തരാക്കു പ്രഭോ. ഓം ശൂലപാണിനെ നമഃ. ओम शूलपाणिने नमः. ओम शूलपाणिने नमः. ഓം ശൂലപാണിനെ നമഃ. അസുരന്മാരുടെ ചതിയാൽ ശംഭോ എന്നിതാ ഞങ്ങൾ ആശങ്കിതർ. പറയുവാൻ മാത്രം ദേവന്മാർ ഞങ്ങൾ വിധിയാൽ പോലും വഞ്ചിതർ. ചൊരിയണേ കൃപൈ ദുഃഖിതന്മാരിൽ. ചൊരിയണേ കൃപൈ ദുഃഖിതന്മാരിൽ. നൽകുകയില്ലേ വരം. നൽകുകയില്ലേ വരം. ഓം ശൂലപാണിനെ നമഃ. ओम शूलपाणिने नमः. ओम शूलपाणिने नमः. ഓം ശൂലപാണിനെ നമഃ.
തമസിനാലേ മറഞ്ഞു ജ്യോതി, അസത്യം സത്യത്തെ ജയിച്ചു. ധർമ്മമധർമ്മത്താൽ കളങ്കിതമായി, പുണ്യവും പാപത്തിൽ ലയിച്ചു. ഉണരൂ ദേവാ നീ ഉണരൂ, ഉണരൂ ദേവാ നീ ഉണരൂ. നീക്കുക നീ ദുഃഖം, നീക്കുക നീ ദുഃഖം. ഓം ശൂലപാണിനേ നമഃ, ഓം ശൂലപാണിനേ നമഃ, ശൂലപാണിനേ നമഃ, ഓം ശൂലപാണിനേ നമഃ. കൃപ ചൊരിയൂ ശംഭോ സദാശിവ, ആതങ്കം എല്ലാം അകറ്റൂ. ദേവാ നിന്നുടെ കൃപയുണ്ടെങ്കിൽ പ്രാണികൾക്കെന്ത് സാധ്യം. ധർമ്മം ജയിക്കും പാപം ക്ഷയിക്കും, ധർമ്മം ജയിക്കും പാപം ക്ഷയിക്കും. സത്യം നടമാടും, സത്യം നടമാടും. ഓം ശൂലപാണിനേ നമഃ, ഓം ശൂലപാണിനേ നമഃ, ഓം ശൂലപാണിനേ നമഃ, ഓം ശൂലപാണിനേ നമഃ. त्रिशूलधारी है त्रिपुरारी, देवादयानिधे. പീഡിതരാകും ഞങ്ങളെ ഉടനെ മുക്തരാക്കു പ്രഭോ, മുക്തരാക്കു പ്രഭോ. त्रिशूलधारी है त्रिपुरारी, ദേവാദയാനിധേ. പീഡിതരാകും ഞങ്ങളെ ഉടനെ മുക്തരാക്കു പ്രഭോ, മുക്തരാക്കു പ്രഭോ. ഓം ശൂലപാണിനേ നമഃ, ഓം ശൂലപാണിനേ നമഃ, ശൂലപാണിനേ നമഃ. പ്രണാമം മാതാവേ. ചിരഞ്ജീവി ഭവ. അമ്മേ, ഞാൻ സമസ്ത പൃഥ്വിവാസികളെയും നമ്മുടെ ദാസരാക്കി കഴിഞ്ഞു. നമ്മുടെ ദാസ്യം സ്വീകരിക്കാത്തവരെയെല്ലാം ഞാൻ യമലോകത്തേക്ക് അയച്ചു കഴിഞ്ഞു. അങ്ങനെ ചെയ്ത് നീ എന്റെ മനസ്സിന് വളരെ തൃപ്തി വരുത്തി മകനെ. പക്ഷെ നിന്റെ പുത്രൻ അന്ധകാസുരൻ എവിടെ? ഞാൻ സ്വയം ആശ്ചര്യപ്പെടുന്നു. അവൻ എവിടെ അദൃശ്യനായി എന്തോ. ശിവൻ എനിക്ക് വരദാനം നൽകിയിരുന്നു. അവൻ എന്നോടൊപ്പം ഉള്ളിടത്തോളം ആർക്കും എനിക്ക് അഹിതം ചെയ്യാനാവില്ലെന്ന്. ഞാൻ വിശ്വവിജയം തീർച്ചയായും നടത്തും. നിന്റെ വിശ്വവിജയം സുനിശ്ചിതമാണ് മകനെ. നീ പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് ഭൂമിയെ പാതാളത്തിലേക്ക് കൊണ്ടുപോകണം. തീർച്ചയായും അമ്മേ. നിൽക്ക് ഹിരണ്യാക്ഷ, നീ തെറ്റ് ചെയ്യുന്നു. പ്രകൃതിയുടെ നിയമങ്ങളെ ഉല്ലംഘിക്കുന്നതിന്റെ പരിണാമം അത്യന്തം ഭയങ്കരമായിരിക്കും. പൃഥ്വിനെ പാതാളത്തിൽ കൊണ്ടുപോകണമെന്നുള്ള വിചാരം ഒരു വിധത്തിൽ വിനാശത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്.
ശ്രീ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം സുനിശ്ചിത രൂപത്തിൽ നിർവഹിക്കുന്നു. അതിൽ അല്പമായ പരിവർത്തനം പോലും വിനാശകാരിയാകും. അതിനാൽ പൃഥ്വിനെ പാതാളത്തിൽ കൊണ്ടുപോകണമെന്ന വിചാരം ത്യജിക്കണം. ദൈത്യനൊരു പ്രതിജ്ഞ എടുത്താൽ അത് പൂർത്തിയാക്കും ഋഷിവര. അതിനാൽ ഈ വിഷയത്തിൽ അങ്ങ് സംസാരിക്കുന്നത് വ്യർത്ഥമായിരിക്കും. പിതാവേ,